അന്റാർട്ടിക്കയിൽ നമ്മുടെ ഇന്ത്യ ഒരു പുതിയ സ്റ്റേഷൻ നിർമ്മിക്കാനായിട്ട് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം പതിയെ 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 ലോകത്ത് എല്ലാ മേഖലകളിലും സ്വാധീനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് അന്റാർട്ടിക്കയിലും കൂടുതൽ ശക്തമായൊരു സാന്നിധ്യമായിട്ട് മാറാനായിട്ട് തയ്യാറെടുക്കുന്നത്. ഏകദേശം 2150 കോടി രൂപ ചെലവിൽ വരുന്ന ഒരു പുതിയ ആധുനികമായ സ്റ്റേഷൻ നിർമ്മിക്കാനായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. കൊടും ശൈത്യത്തിൽ പോലും വർഷം മുഴുവൻ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗവേഷണ കേന്ദ്രമാണ് ഇന്ത്യ അന്റാർട്ടിക്കയിൽ തുടങ്ങാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമുക്ക് അവിടെ മൈത്രി എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ഉണ്ട്. പക്ഷെ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. അതിന് പകരമായിട്ടാണ് നമ്മളിപ്പോൾ ഇരട്ടിയിലധികം വലിപ്പമുള്ള ഒരു പുതിയ ആധുനികമായ സ്റ്റേഷൻ നിർമ്മിക്കാനായിട്ട് ഒരുങ്ങുന്നത്. 2032 സജ്ജമാക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കും നമ്മൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഇന്ത്യ ധ്രുവ പ്രദേശങ്ങളിൽ തുടങ്ങുന്ന 4ാമത്തെ ഒരു റിസർച്ച് സ്റ്റേഷനായിട്ടായിരിക്കും ഇത് മാറുക. നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്ത്, ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു പുരോഗതി, വിവിധ മേഖലകളിലുള്ള ഇന്ത്യയുടെ വളർച്ച, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന നടപടികളിലേക്കാണ് രാജ്യം കിടക്കുന്നത്. ഇപ്പൊ നമുക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് ഏത് സമയത്ത് ഒരു ബഹിരാകാശത്ത് സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയം വേണം, ഏത് സമയത്ത് ചന്ദ്രനിൽ നമുക്കൊരു സ്റ്റേഷൻ ആവശ്യമാണ്, ഏത് സമയത്ത് മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കണം. ഇങ്ങനെ ഓരോന്നിനും നമുക്കൊരു പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വലിയ പ്ലാനാണ് അന്റാർട്ടിക്കയിലെ ഒരു വലിയ സ്റ്റേഷൻ, ആധുനിക സജ്ജീകരണങ്ങളുള്ള അത്യാധുനികമായ ഒരു സ്റ്റേഷൻ 2032 പൂർത്തിയാക്കുന്ന വിധത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അത് ഇപ്പോഴേ നമ്മൾ തുടങ്ങിയാലേ 2032 ഇത് പൂർത്തിയാക്കാനായിട്ട് നമുക്ക് സാധിക്കും. കൃത്യമായ ഒരു വിഷനോട് കൂടിയിട്ടാണ് രാജ്യത്തെ ഭരണകൂടം ഇപ്പൊ മുന്നോട്ട് പോകുന്നത് എന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. 40 വർഷത്തേക്കെങ്കിലും നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യ ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, അന്റാർട്ടിക്കയുടെ സവിശേഷമായ ഒരു സാഹചര്യം നമുക്കറിയാം. കൊടും തണുപ്പാണ്, മഞ്ഞുമലകളും മഞ്ഞുപാളികളും ഒക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു പ്രദേശം തന്നെയാണത്. സോ അവിടെ പരിസ്ഥിതിയോട് ഇണങ്ങുന്ന തരത്തിൽ പരിസ്ഥിതി സൗഹൃദമായ ഒരു രൂപകൽപ്പനയിലായിരിക്കും നമ്മുടെ റിസർച്ച് സ്റ്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. വേനൽക്കാലമാകുമ്പോൾ 140 ശാസ്ത്രജ്ഞർക്കും അതിശൈത്യകാലത്ത് അല്ലെങ്കിൽ കൊടും ശൈത്യകാലത്ത് പോലും 40 ഗവേഷകർക്കും പര്യവേഷണം നടത്താൻ പറ്റുന്ന തരത്തിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ ഈ ഒരു സ്റ്റേഷൻ നിർമ്മിക്കുക. മനുഷ്യ സാന്നിധ്യമില്ലാത്ത കഠിനമായ ശൈത്യത്തിൽ പോലും വിവരങ്ങൾ ശേഖരിക്കുവാനും കൈമാറുവാനും കഴിയുന്ന തരത്തിൽ ഓട്ടോമാറ്റിക് ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയൊക്കെ ആയിരിക്കും നമ്മൾ ഈ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് നമ്മൾ സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം തുടങ്ങിയവയും നമ്മൾ ഉപയോഗപ്പെടുത്തും. മെച്ചപ്പെട്ട മാലിന്യ സംസ്കരണ സംവിധാനം ഇവിടെ ഉണ്ടാവും. പുതിയ സ്റ്റേഷൻ പൂർത്തിയാവുന്നതോടുകൂടി നിലവിലെ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യും. അന്റാർട്ടിക്കയിൽ ഇന്ത്യ ആദ്യമായിട്ടൊരു ഇന്ത്യൻ താവളം എന്ന നിലയിൽ ഒരു സ്റ്റേഷൻ ആരംഭിക്കുന്നത് 1983 ദക്ഷിൺ ഗംഗോത്രി എന്നോ മറ്റോ ആയിരുന്നു അതിന്റെ പേര്. 1989 നമ്മൾ മൈത്രി എന്ന് പറയുന്ന സ്റ്റേഷനും ആരംഭിച്ചു. അന്റാർട്ടിക്കയിലെ നമ്മുടെ 3ാമത്തെ സ്റ്റേഷൻ ഭാരതി 2012 നമ്മൾ തുടങ്ങിയത്. ആർട്ടിക്കിൽ ഹിമാദ്രി സ്റ്റേഷനാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ അടുത്തൊരു അത്യാധുനികമായ സ്റ്റേഷൻ നമ്മൾ നിർമ്മിക്കുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മുൻകാലങ്ങളിൽ നമ്മൾ ഇത്തരം സ്റ്റേഷനുകൾ നിർമ്മിച്ച സമയത്ത് ഇല്ലാത്ത ഒന്ന് ഇപ്പോഴുണ്ട്. അതാണ് AI ടെക്നോളജി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയിലായിരിക്കും നമ്മൾ പുതിയ സ്റ്റേഷൻ നിർമ്മിക്കുക. ഇവിടെ നമുക്ക് റോബോട്ടുകളുടെയും AI ടെക്നോളജിയുടെയും ഒക്കെ സഹായം വളരെയധികം ഉപയോഗപ്പെടുത്താൻ കഴിയും. അന്റാർട്ടിക്കയിൽ മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഗവേഷണങ്ങൾ നടത്താനും പര്യവേഷണങ്ങൾ നടത്താനും ഒക്കെ ആയിട്ട് നമുക്ക് AI ടെക്നോളജിയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന ഒരു സവിശേഷ സാഹചര്യമുണ്ട്. അപ്പോൾ പൂർണ്ണമായും AI സഹായത്തോടെയുള്ള ഒരു പുതിയ ഒരു സ്റ്റേഷനായിരിക്കും നമ്മൾ നിർമ്മിക്കാനായിട്ട് സാധ്യതയുള്ളത്. ആഗോള താപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയെ പോലെ വലിയ തീരമേഖലയുള്ള ഒരു രാജ്യത്തിന് പരമപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ധ്രുവ പ്രദേശങ്ങളിലെ ഗവേഷണങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് രാജ്യത്തെ നിലവിലെ ഭരണകൂടം കൊടുക്കുന്നത്. മാത്രമല്ല, അന്റാർട്ടിക്ക ഇപ്പോഴും അജ്ഞാതമായ ഒരുപാട് രഹസ്യങ്ങളുടെ കലവറയാണ്. ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് നിഗൂഢതകൾ അന്റാർട്ടിക്കയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു രാജ്യം മനസ്സിലാക്കിയാൽ തന്നെ അത് മറ്റൊരു രാജ്യവുമായിട്ട് പങ്കുവയ്ക്കാൻ ഒരു സാധ്യതയുമില്ല. അതായത് നമുക്ക് വേണ്ട വിവരങ്ങൾ നമ്മൾ തന്നെ ശേഖരിക്കേണ്ടി വരും. ഇപ്പൊ അമേരിക്കയോ ചൈനയോ റഷ്യയോ കണ്ടെത്തുന്ന ഡേറ്റകൾ അല്ലെങ്കിൽ നമുക്കറിയാത്ത നിഗൂഢ രഹസ്യങ്ങൾ അതൊരിക്കലും അവർ ഇന്ത്യയോട് പങ്കുവയ്ക്കാൻ പോകുന്നില്ല.
ഏത് രാജ്യവും ഇത്തരം വിവരങ്ങൾ കണ്ടെത്തിയാൽ അവരുടെ രാജ്യത്തിന് വേണ്ടി മാത്രമേ അത് ഉപയോഗപ്പെടുത്തൂ. അതുപോലെ ഇന്ത്യക്ക് വേണ്ട ഡേറ്റകൾ, ഇന്ത്യക്ക് വേണ്ട വിവരങ്ങൾ നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. മാത്രമല്ല, ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് ഗ്രഹങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾക്കൊക്കെ പറ്റിയ ഒരു ഇടമാണ് ഈ അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. ഭൂമിയിൽ തന്നെയുള്ള മറ്റൊരു ഗ്രഹമാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ ഒരുപാട് സവിശേഷതകൾ അന്റാർട്ടിക്കയ്ക്കുണ്ട്. എന്തിനേറെ പറയുന്നു, അവിടെയുള്ള ജീവജാലങ്ങൾ പോലും സാധാരണ നമ്മുടെ മറ്റു പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതകളുള്ള ജീവജാലങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനുഷ്യരാശിക്ക് ഗുണമുള്ള ഒരുപാട് കാര്യങ്ങൾ അന്റാർട്ടിക്കയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും, കണ്ടെത്താൻ കഴിയും. അതിലുപരിയായിട്ട് ഇന്നും അജ്ഞാതമായ ഒരുപാട് രഹസ്യങ്ങൾ അന്റാർട്ടിക്കയിൽ ഉണ്ട്. അജ്ഞാതമായ പല വസ്തുക്കളും, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പ്രദേശങ്ങളിൽ കാണാത്ത അത്യപൂർവമായ പല മിനറൽസും, അങ്ങനെ പലതും അന്റാർട്ടിക്കൻ ആ ഒരു ഭൂഖണ്ഡത്തിൽ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പര്യവേഷണങ്ങൾ വളരെ പ്രധാനമാണ്. അവിടെയാണ് ഇന്ത്യ ഒരു മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് സ്റ്റേഷൻ സ്ഥാപിക്കാനായിട്ട് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. അതിനായിട്ട് 2150 കോടി രൂപയാണ് നമ്മുടെ രാജ്യം ചെലവാക്കാൻ പോകുന്നത്.